ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇഗ്നോയുടെ 2026 ജൂൺ എക്സാം എഴുതുന്നവരുടെ പാസിംഗ് മാർക്ക് എത്രയാണ് എന്നുള്ളതാണ്. ഇഗ്നോയിൽ നമുക്ക് പലതരത്തിലുള്ള പ്രോഗ്രാംസ് ഉള്ളത് കൊണ്ട് തന്നെ ഇഗ്നോയിൽ നമുക്ക് UG പ്രോഗ്രാംസ് ഉണ്ട്, PG പ്രോഗ്രാംസ് ഉണ്ട്. അതിൽ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള, അതായത് ലാബ് എക്സാമുകളുള്ള പ്രോഗ്രാംസ് ഉണ്ട്, ഇല്ലാത്ത പ്രോഗ്രാംസ് ഉണ്ട്, പ്രൊജക്റ്റ് ഉള്ളതുണ്ട്. അതുപോലെ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ്, ഡിപ്ലോമ പ്രോഗ്രാംസ്, അങ്ങനെ ഒരുപാട് വിധത്തിലുള്ള പ്രോഗ്രാംസുകളുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രോഗ്രാമിൻ്റെയും ഓരോന്നോരോന്ന് കാണിക്കുക ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ജനറലായിട്ട് എങ്ങനെയാണ് നിങ്ങളുടെ പ്രോഗ്രാമിൻ്റെ ഈ ഒരു പാസിംഗ് മാർക്ക് നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാൻ കഴിയുക എന്ന് കൂടി ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതിനു മുൻപായി ഇഗ്നോ മലയാളത്തിൽ നിങ്ങൾ എന്തെങ്കിലും സർവീസിന് ഈ ഒരു നമ്പറുമായിട്ട് ഇനി ബന്ധപ്പെടാൻ പാടില്ല. കാരണം ഈ ഒരു നമ്പർ ഞങ്ങളിൽ നിന്ന് മിസ്സായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു നമ്പർ വെച്ചുകൊണ്ടുള്ള വാട്സാപ്പ് ചാനലിലോ അതല്ലെങ്കിൽ ഞങ്ങളുടെ മുൻപുള്ള വീഡിയോസിൽ ഏതെങ്കിലും ഈ ഒരു നമ്പർ കൊണ്ട് എന്തെങ്കിലും സർവീസോ കാര്യങ്ങളോ പ്രൊവൈഡ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും അതിലോട്ട് മെസ്സേജ് അയക്കാതിരിക്കുക. ഇഗ്നോയുടെ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന വേറൊരു നമ്പർ ഉടൻ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതുവരെ ഈ ഒരു നമ്പറിലോട്ട് നിങ്ങൾ മെസ്സേജ് ചെയ്യാൻ പാടില്ല എന്ന് അറിയിക്കുന്നു. താങ്ക് യു. ആദ്യം തന്നെ നമുക്ക് ഇഗ്നോയുടെ ജനറൽ ആയിട്ടുള്ള പാസിംഗ് മാർക്ക് നോക്കാം. അതായത് ഇഗ്നോയുടെ മാർക്ക് പാസിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് തരത്തിൽ പാസ്സാവേണ്ടതുണ്ട്. ഇഗ്നോയുടെ അസൈൻമെൻറ്റിനും അതുപോലെ തന്നെ ഇഗ്നോയുടെ ടേം ആൻഡ് എക്സാമിനേഷനും സെപ്പറേറ്റ് ആയിട്ട് തന്നെ പാസ്സാവേണ്ടതുണ്ട്. അതായത് ഇഗ്നോയിൽ നമ്മുടെ ഈ ഒരു ലാസ്റ്റ് ഗ്രേഡ് കാർഡ് എന്ന് പറയുന്നത് വരുന്നത് ഈ ഒരു അസൈൻമെൻറ്റിൻ്റെ 30%ഉം നമ്മുടെ ടേം ആൻഡ് എക്സാമിനേഷൻ്റെ 70%ഉം ആഡ് ചെയ്തുകൊണ്ടാണ്. എന്നാൽ ഈ ഒരു രണ്ട് സബ്ജക്റ്റും സെപ്പറേറ്റ് ആയിട്ട് തന്നെ പാസ്സായാൽ മാത്രമാണ് ഒരാൾ ആ ഒരു പ്രോഗ്രാമിന് പാസ്സായി എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. BA, BSc, BCom എന്നീ പറയുന്ന സബ്ജക്റ്റുകൾക്ക് നമുക്ക് സാധാരണയായിട്ട് വേണ്ടത് 35% മാർക്കാണ് അസൈൻമെൻറ്റിനും അതുപോലെ തന്നെ ടേം ആൻഡ് എക്സാമിനേഷനും. അതായത് 100 മാർക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ എക്സാമിന് എന്നുണ്ടെങ്കിൽ അതിൽ 35 മാർക്കിൽ കൂടുതൽ ലഭിച്ചാലാണ് നിങ്ങൾ പാസ്സാവുക. എന്നാൽ UG പ്രോഗ്രാമായിട്ടുള്ള BCAക്ക് വേറൊരു പാസിംഗ് മാർക്കാണ് വരുന്നത്. അതിന് 40% ആണ് നമുക്ക് പാസിംഗ് മാർക്ക് വേണ്ടത്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് നോക്കാം. ഇനി PG പ്രോഗ്രാമിൻ്റെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം അതിന് വേണ്ടത് 40% മാർക്കാണ്. അതായത് നമുക്ക് 100ലാണ് മാർക്ക് വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് 40 മാർക്കാണ്. അത് അസൈൻമെൻറ്റിൻ്റെ മാർക്കാണെങ്കിലും അതുപോലെ തന്നെ ടേം ആൻഡ് എക്സാമിനേഷനും നമുക്ക് പാസ്സാവാൻ വേണ്ടത് 40 മാർക്കാണ്. രണ്ടിനും നമുക്ക് പാസ്സായാൽ മാത്രമാണ് ആ ഒരു സബ്ജക്റ്റിന് പാസ്സായി എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഈ പറയുന്ന പ്രോഗ്രാംസിൽ തന്നെ നമുക്ക് ചില പ്രോഗ്രാംസിൻ്റെ എക്സാമുകൾ 50 മാർക്കിലായിരിക്കാം, എന്നാൽ അസൈൻമെൻറ്റ് 100 മാർക്കിലായിരിക്കാം. 50 മാർക്കിലാണ് നിങ്ങളുടെ എക്സാം വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് 20 മാർക്സാണ് പാസ്സാവാൻ വേണ്ടത്. ഇനി MBA പോലെയുള്ള സബ്ജക്റ്റുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഒരു സെപ്പറേറ്റ് തന്നെ ഒരു പാസിംഗ് മാർക്ക് ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഗ്രേഡ് സിസ്റ്റത്തിലാണ് MBAയുടെ റിസൾട്ടുകൾ വരുന്നത്. അങ്ങനെയാകുമ്പോൾ അതിൽ ഒരു C ഗ്രേഡ് കിട്ടിയാലാണ് നമുക്ക് ഫുള്ളായിട്ട് പാസ്സായി എന്ന് പറയാൻ സാധിക്കുക. അതിൽ D ഗ്രേഡ് പാസ്സാണ്, എന്നാൽ കൂടി C ഗ്രേഡ് കിട്ടിയാലാണ് ഫുള്ളായിട്ട് പാസ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കുക. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും. ഒരു UG പ്രോഗ്രാം പാസ്സാവാൻ നിങ്ങൾക്ക് വേണ്ടത് 35% മാർക്കും അതിൽ BC ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് 40% മാർക്കാണ്. അതുപോലെ ഒരു PG പ്രോഗ്രാം സാധാരണയായിട്ട് പാസ്സാവാൻ വേണ്ടത് 40% മാർക്കാണ്. ഇനി അത് MBA ആണെങ്കിൽ അതിൽ കുറച്ച് മാറ്റം വരുന്നുണ്ട്. ഇനി നിങ്ങളുടെ പ്രോഗ്രാമിൻ്റെ പാസിംഗ് മാർക്ക്, അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ 100ലായിരിക്കില്ല, 50ലായിരിക്കും, ചിലപ്പോൾ 25ലായിരിക്കാം, 20ലായിരിക്കാം. അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങളുടെ പാസിംഗ് മാർക്ക് എത്രയാണ് എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരിക്കാം. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ നിങ്ങളുടെ തന്നെ പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് നമ്മൾ ആദ്യം തന്നെ BCom Fൻ്റെ ആണ് നോക്കുന്നത്. അതായത് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക BCom F ഇഗ്നോ പ്രോഗ്രാം ഗൈഡ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രോഗ്രാം ഗൈഡിൻ്റെ ലിങ്ക് വരും. അപ്പോൾ അതിൽ നിങ്ങൾ നോക്കുക. അതിൽ കണ്ടൻറ്റ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് കാണാം ഇവാലുവേഷൻ എന്നുള്ള ഭാഗം. ആ ഒരു ഇവാലുവേഷൻ എന്നുള്ള ഭാഗത്ത് ഏതാണോ പേജ് നമ്പർ എന്ന് നോക്കുക. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ നോക്കുമ്പോൾ ഇവിടെ ഇവാലുവേഷൻ എന്നുള്ള ഭാഗത്ത് എത്രാമത്തെ പേജാണെന്ന് ചെക്ക് ചെയ്തു. അതിനുശേഷം ഇവാലുവേഷൻ എന്നുള്ള ഭാഗം എടുക്കുക. ഇതുപോലെ നിങ്ങൾ പ്രോഗ്രാം ഗൈഡ് ചെക്ക് ചെയ്യുമ്പോൾ ഇവാലുവേഷൻ എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ഡൗട്ടും ക്ലിയർ ചെയ്യാം. അതായത് നിങ്ങളുടെ അസൈൻമെൻറ്റിൻ്റെ മാർക്ക്, പാസിംഗ് മാർക്ക് എത്രയാണ് വരുന്നത്, നിങ്ങൾക്ക് ഏത്
ഗ്രേഡാണ് ലഭിക്കുന്നത്, ഇത്ര മാർക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് എത്ര ഗ്രേഡാണ് ലഭിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അതിൽ കൊടുത്തിട്ടുണ്ടാകും. ഇത് BCom Fൻ്റെതാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാം, നമുക്ക് ഫെയിൽ ആവണമെങ്കിൽ 35 താഴെ മാർക്കാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫെയിലാണ്. അതായത് 35 താഴെ, 35 അല്ല 35 താഴെ കിട്ടുന്നതാണെങ്കിൽ നിങ്ങൾ ഫെയിലാണ്. അതുപോലെ തന്നെ പാസിംഗ് മാർക്ക് കാണാം. ഡി ഗ്രേഡാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പാസിംഗ് മാർക്കാണ് വരുന്നത്. അത് കാണിക്കുന്നത് 35 മേലെ, അതായത് 35 to 40 ആണെങ്കിൽ നിങ്ങൾ പാസ്സാണ്. അതായത് 100-ൽ 35 മാർക്ക് അല്ലെങ്കിൽ 100-ൽ 40 മാർക്കിൽ 35-നും 40-നും ഇടയിലായിട്ട് നിങ്ങൾക്ക് മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാസ്സാണ്. ഇനി അതിൽ കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫെയിലാണ്. ഇനി നിങ്ങൾ ഫെയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിവാലുവേഷനും കൊടുക്കാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാം അടുത്ത സെഷനിൽ, അതായത് അടുത്ത സെഷൻ എന്ന് പറയുമ്പോൾ ഡിസംബർ 2026 ഈ ഒരു എക്സാമിന് പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇതിന് വേണ്ടിയിട്ട് അസൈൻമെൻറ്റ് ഒന്നും കൂടി സബ്മിറ്റ് ചെയ്യേണ്ടതില്ല. ഇനി അടുത്തതായി നമുക്ക് BCA നോക്കാം. BCA എന്ന് പറയുന്നത് ഒരുപാട് തരത്തിലുള്ള എക്സാമുകൾ നടക്കുന്നുണ്ട്. അതായത് അവർക്ക് പ്രാക്ടിക്കൽ എക്സാമുകളുണ്ട്, തിയറി എക്സാമുകളുണ്ട്, അതുപോലെ തന്നെ അസൈൻമെൻറ്റിൻ്റെ മാർക്ക് കൂടി അവർക്ക് പരിഗണിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു മാർക്കുകളൊക്കെ വ്യത്യസ്ത മാർക്കുകളായിട്ട് ഉണ്ടാവുക. അവർക്ക് ചില പ്രോഗ്രാംസിന് 20 മാർക്കിനായിരിക്കും അസൈൻമെൻറ്റുകൾ ഉണ്ടായിരിക്കുക, ബാക്കി അവർക്ക് ഉണ്ടാവുക പ്രാക്ടിക്കലും അതുപോലെ തന്നെ വൈവയും ഒക്കെ ആയിട്ടായിരിക്കും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പാസിംഗ് മാർക്കാണ് അവർക്ക് വരുന്നത്. അവർ പ്രത്യേകം തന്നെ അവരുടെ ഈ ഒരു പാസിംഗ് മാർക്കിൻ്റെ ക്രൈറ്റീരിയ എങ്ങനെയാണുള്ളത് എന്ന് ചെക്ക് ചെയ്യുക. ഇതാണ് BCAയുടെ പാസിംഗ് മാർക്ക് എത്രയാണ് എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നത്. അപ്പോൾ BCA പ്രോഗ്രാമിന് സാധാരണ 40% ആണ് നമ്മൾ പറയുന്നത്. എങ്കിൽ കൂടി ഓരോന്നിനും എത്രയാണ് വരേണ്ടത് എന്നുള്ളത് അവർക്ക് ഈ ഒരു ഗ്രാഫ് നോക്കിയിട്ട്, ഈ ഒരു ചാർട്ട് നോക്കിയിട്ട് അവർക്ക് മനസ്സിലാക്കാം. ഈ ഒരു ചാർട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രോസ്പെക്ടസിൽ കൂടെ തന്നെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ BCAക്കാർ പ്രത്യേകം തന്നെ പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്ത്, അതായത് പ്രോഗ്രാം ഗൈഡ് ഡൗൺലോഡ് ചെയ്ത് ഇതുപോലെ ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. ഇനി മാസ്റ്റേഴ്സ് പ്രോഗ്രാമിന് നമുക്ക് പാസിംഗ് മാർക്ക് വരുന്നത് 40% മാർക്കാണ്. ഇനി MBAയുടെ കാര്യം നോക്കാം. MBAയുടെ ഇതുപോലെ തന്നെ MBAയുടെ പ്രോഗ്രാം ഗൈഡ് ഡൗൺലോഡ് ചെയ്യുക. അതിൽ നോക്കുമ്പോൾ ഇവാലുവേഷൻ എന്നുള്ള ഭാഗത്ത് പോയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം എന്താണ് MBAയുടെ പാസിംഗ് മാർക്ക് ക്രൈറ്റീരിയ എന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ആദ്യം തന്നെ കൊടുത്തിട്ടുള്ളത് ഗ്രേഡാണ്. അതായത് A ഗ്രേഡ് ആണെങ്കിൽ എക്സലൻറ്റ്, B വെരി ഗുഡ്, C ഗുഡ് ആണ്, D സാറ്റിസ്ഫാക്ടറി ആണ്, E ആണെങ്കിൽ അതായത് നിങ്ങളുടെ അസൈൻമെൻറ്റിനോ അതല്ല എങ്കിൽ നിങ്ങളുടെ ടേം ആൻഡ് എക്സാമിനേഷനോ നിങ്ങൾക്ക് E ഗ്രേഡാണ് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫെയിലാണ്. ഇനി ഇവിടെ പറയുന്നുണ്ട് ഫോർ സക്സസ്ഫുൾ ക്വാളിഫയിങ് എ കോഴ്സ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ടേം ആൻഡ് എക്സാമിനേഷനും അതുപോലെ തന്നെ നിങ്ങളുടെ അസൈൻമെൻറ്റിനും നിങ്ങൾക്ക് C ഗ്രേഡെങ്കിലും കിട്ടിയാലാണ് നിങ്ങൾ പാസ്സാവുക എന്നുള്ളതാണ്. അതായത് നോർമലി പറയുകയാണെങ്കിൽ D ഗ്രേഡ് എന്നുള്ളത് പാസിംഗ് മാർക്ക് തന്നെയാണ്. എന്നാൽ MBAയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അസൈൻമെൻറ്റിന് Aയോ Bയോ ലഭിക്കുകയാണെങ്കിൽ മാത്രമാണ് ആ ഒരു D ഗ്രേഡ് പാസിംഗ് മാർക്കായിട്ട് കണക്കാക്കുകയുള്ളൂ. അതല്ല എങ്കിൽ നിങ്ങൾക്ക് C ഗ്രേഡ് കിട്ടിയാൽ മാത്രമാണ് നിങ്ങൾ പാസ്സാവുക. C ഗ്രേഡ് എന്ന് പറയുമ്പോൾ 50% മുതൽ 59% വരെ C ഗ്രേഡാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള മാർക്ക്, ആ ഒരു പെർസെൻറ്റേജിനുള്ളിലുള്ള മാർക്ക് ലഭിച്ചാലാണ് പാസ്സാവുക. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഏത് പ്രോഗ്രാമിൻ്റെയും സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ആയിക്കോട്ടെ, ഡിപ്ലോമ പ്രോഗ്രാം ആയിക്കോട്ടെ, നിങ്ങളുടെ ഇതുപോലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അതിലെ ഇവാലുവേഷനിൽ എത്ര പെർസെൻറ്റേജ് വേണം എന്നുള്ളത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ പാസിംഗ് മാർക്കിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ താങ്ക്